കേരളത്തിലെ SIR മാറ്റിവെക്കേണ്ടെന്ന് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സുപ്രീം കോടതിയിൽ സത്യവാങ്മൂലം സമർപ്പിച്ചു. സംസ്ഥാനത്തിന്റെ ഹർജി തള്ളണമെന്നും കമ്മീഷൻ ആവശ്യപ്പെട്ടിരിക്കുന്നു. SIR മാറ്റിവെക്കില്ല, കേന്ദ്രവും അതിനെ തള്ളുന്ന സത്യവാങ്മൂലമാണ് സമർപ്പിച്ചിരിക്കുന്നത്. കോടതി തീരുമാനം SIR ഇനി മാറ്റിവെക്കേണ്ട എന്നുള്ള രീതിയാണെന്നാണ് മനസ്സിലാക്കുന്നത്. മാറ്റിവെക്കേണ്ട ഒരു സാഹചര്യമില്ലെന്നാണ് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനും അറിയിക്കുന്നത്. PR അരവിന്ദ് ചേരുന്നു. അരവിന്ദ്, കൂടുതൽ വിവരങ്ങൾ. സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷന് പിന്നാലെ ഇപ്പോൾ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനും കേരളത്തിലെ SIR-നുമായി ബന്ധപ്പെട്ട് സത്യവാങ്മൂലം സുപ്രീം കോടതിയിൽ സമർപ്പിച്ചിരിക്കുകയാണ്. പ്രധാനമായും SIR മാറ്റിവെക്കില്ല എന്ന് തന്നെ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സത്യവാങ്മൂലത്തിൽ ചൂണ്ടിക്കാണിക്കുന്നു. അത്തരമൊരു സാഹചര്യം ഇപ്പോൾ കേരളത്തിൽ നിലനിൽക്കുന്നില്ല എന്നതാണ് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വ്യക്തമാക്കുന്നത്. സംസ്ഥാനത്തിന്റെ ഹർജികൾ തള്ളണമെന്ന ആവശ്യം കൂടി ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സുപ്രീം കോടതിക്ക് മുൻപാകെ വ്യക്തമാക്കിയിട്ടുണ്ട്. പിഴ ചുമത്തിക്കൊണ്ട് ഈ ഹർജികൾ തള്ളണമെന്നതാണ് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആവശ്യപ്പെടുന്നത്. കാരണം സുഗമമായാണ് തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ നടപടികളും അതുപോലെ തന്നെ SIR നടപടികളും മുന്നോട്ട് പോകുന്നത്. അത്തരമൊരു സാഹചര്യത്തിൽ ഇപ്പോൾ SIR മാറ്റിവെക്കേണ്ട സാഹചര്യമില്ല എന്ന് തന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ, കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനും സുപ്രീം കോടതിയിൽ വ്യക്തമാക്കിയിരിക്കുകയാണ്. നമുക്കറിയാം, കഴിഞ്ഞ തവണ ഈ ഹർജികൾ പരിഗണിച്ചപ്പോൾ സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷനോടും അതോടൊപ്പം തന്നെ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനോടും വെവ്വേറെ ഇത്തരത്തിൽ സത്യവാങ്മൂലം സമർപ്പിക്കുവാൻ ആവശ്യപ്പെട്ടിരുന്നു. എന്തായാലും ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കൂടി ഇപ്പോൾ സത്യവാങ്മൂലം സമർപ്പിച്ചിരിക്കുന്നത്. 80% ഫോമുകളും ഡിജിറ്റലൈസ് ചെയ്യാനുള്ള നടപടികളടക്കം പൂർത്തിയായിട്ടുണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ എന്തിനാണ് SIR നടത്തിവെക്കണമെന്ന് ഈ ഹർജിക്കാർ ആവശ്യപ്പെടുന്നു എന്നതാണ് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇപ്പോൾ സുപ്രീം കോടതിയിൽ ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്. നാളെയാണ് കേരളത്തിന്റെ SIR-മായി ബന്ധപ്പെട്ട ഹർജികൾ സുപ്രീം കോടതിയുടെ പരിഗണനയ്ക്ക് വരുന്നത്. എന്തായാലും നിർണായകമായ ഒരു സത്യവാങ്മൂലം അല്ലെങ്കിൽ കൃത്യമായ ഒരു ഇടപെടൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഭാഗത്ത് ഉണ്ടായിരിക്കുന്നു. കാരണം നേരത്തെ സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സുപ്രീം കോടതിയിൽ ചൂണ്ടിക്കാണിച്ചത് ഇത്തരത്തിൽ യാതൊരുവിധ പ്രശ്നങ്ങളുമില്ലാത്ത കേരളത്തിൽ തദ്ദേശ തെരഞ്ഞെടുപ്പും SIR-ഉം നടപ്പിലാക്കുന്നതുമുണ്ട്. കാരണം കേരളമടക്കം ഈ സുപ്രീം കോടതിയിൽ ചൂണ്ടിക്കാണിച്ചത് നേരത്തെ തന്നെ സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അടക്കം SIR നീട്ടിവെക്കണമെന്നൊരു ആവശ്യം ഉന്നയിച്ചിരുന്നു എന്നതാണ്. പക്ഷേ സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കൂടി SIR-ഉം അതുപോലെ തന്നെ തദ്ദേശ തെരഞ്ഞെടുപ്പും ഒരേ സാഹചര്യത്തിൽ മുന്നോട്ട് പോകുന്നതിനെ അനുകൂലിച്ചിരിക്കുന്നു. യാതൊരുവിധ പ്രശ്നങ്ങളുമില്ല. കാരണം പൂർണ്ണമായും വ്യത്യസ്തമായ ഉദ്യോഗസ്ഥരാണ് SIR-നെയും അതുപോലെ തന്നെ തദ്ദേശ തെരഞ്ഞെടുപ്പിനും വേണ്ടി പ്രവർത്തിക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ ഉദ്യോഗസ്ഥരുടെയും അതുപോലെ തന്നെ ഭരണപരമായ എല്ലാ സഹായങ്ങളും സംസ്ഥാന സർക്കാർ തന്നെ വാഗ്ദാനം നൽകിയിട്ടുണ്ടെന്നും ഉറപ്പ് നൽകിയിട്ടുണ്ടെന്നും സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷനും വ്യക്തമാക്കിയിട്ടുണ്ട്. എന്തായാലും SIR കേരളത്തിൽ മാറ്റിവെക്കില്ല എന്ന നിർണായകമായ വിവരമാണ് ഇപ്പോൾ സുപ്രീം കോടതിയിൽ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വ്യക്തമാക്കിയിരിക്കുന്നത്. അത്തരമൊരു സാഹചര്യം കേരളത്തിലില്ല. SIR-നെതിരെ കേരളത്തിൽ രാഷ്ട്രീയ പാർട്ടികളാണ് ഈ പ്രശ്നം ഉണ്ടാക്കുന്നതെന്നൊക്കെ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സുപ്രീം കോടതിയെ അറിയിച്ചിരുന്നു. ആ സാഹചര്യത്തിൽ എങ്ങനെയായിരിക്കും ആ ഹർജികൾ കൂടി പരിഗണിക്കുക? പ്രധാനമായും സംസ്ഥാന സർക്കാർ, പിന്നീട് കോൺഗ്രസ്, CPM അതുപോലെ തന്നെ CP അടക്കമുള്ള പാർട്ടികളാണ് സുപ്രീം കോടതിയിൽ എത്തിയത്. സംസ്ഥാന സർക്കാർ പ്രധാനമായും ആവശ്യപ്പെട്ടത് തദ്ദേശ തെരഞ്ഞെടുപ്പ് നടക്കുന്ന സാഹചര്യത്തിൽ ഈ SIR നടപടികൾ നീട്ടിവെക്കണമെന്നതാണ്. പക്ഷേ പിന്നീട് പ്രതിപക്ഷ പാർട്ടികൾ ആവശ്യപ്പെട്ടത് ഭരണഘടന അല്ലെങ്കിൽ ജനാധിപത്യത്തിന് വിരുദ്ധമായാണ് SIR നടപടികൾ മുന്നോട്ട് പോകുന്നത്, അത് സ്റ്റേ ചെയ്യണമെന്നൊരാവശ്യം. കഴിഞ്ഞ 2 തവണ ഈ ഹർജികൾ പരിഗണിച്ചപ്പോഴും സ്റ്റേ എന്ന ആവശ്യത്തിലേക്ക് ഹർജിക്കാർ ഉന്നയിച്ചിരുന്നില്ല. അവർ പ്രധാനമായും SIR നടപടിക്രമങ്ങൾ നീട്ടിവെക്കണമെന്നൊരു ആവശ്യമാണ് ഉന്നയിച്ചത്. നാളെ ഹർജികൾ പരിഗണനയ്ക്ക് വരുമ്പോൾ സംസ്ഥാനം നേരിടുന്ന പ്രശ്നങ്ങളടക്കം ചൂണ്ടിക്കാണിക്കുമെന്ന മുസ്ലിം ലീഗ് അഭിഭാഷകനായ ഹാരിസ് ബീരാൻ വ്യക്തമാക്കിയിരുന്നു. എന്തായാലും അതിനു മുൻപ് സത്യവാങ്മൂലം ഇപ്പോൾ സമർപ്പിച്ചിരിക്കുന്നു. അതോടൊപ്പം തൽസ്ഥിതി റിപ്പോർട്ടും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സമർപ്പിച്ചു എന്നതാണ് മനസ്സിലാകുന്നത്. കേരളത്തിലെ 80% ഫോമുകളുടെ ഡിജിറ്റലൈസേഷൻ നടപടികളടക്കം പൂർത്തിയായെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇപ്പോൾ കോടതിയിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. എന്തായാലും കേരളത്തിൽ SIR മാറ്റിവെക്കില്ല എന്ന് തന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉറച്ച നിലപാട് സുപ്രീം കോടതിയിൽ അറിയിച്ചിരിക്കുന്നു. നാളെ ഈ സത്യവാങ്മൂലവും അതുപോലെ തന്നെ മറ്റ് നടപടിക്രമങ്ങളും അതുപോലെ തന്നെ നടപടികളുടെ തൽസ്ഥിതി റിപ്പോർട്ട് അടക്കം പരിശോധിച്ച ശേഷമായിരിക്കും സുപ്രീം കോടതിയുടെ ഒരു തീരുമാനം ഉണ്ടാവുക. പ്രധാനമായും മറ്റൊരു വാദം നമുക്കറിയാം, കഴിഞ്ഞ ദിവസം ഈ സമയം നീട്ടിയതുമായി ബന്ധപ്പെട്ട വാദവും 7 ദിവസത്തെ സമയവും നീട്ടിയിരുന്നു. ഇക്കാര്യങ്ങളും സുപ്രീം കോടതിയിൽ ചൂണ്ടിക്കാണിക്കുമെന്നതാണ് ഇപ്പോൾ വ്യക്തമാകുന്നത്. ശരി അരവിന്ദ്.